എപ്പോഴും ക്ഷീണമാണ്. എന്താണ് കാരണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാ ആളുകളും പറയുന്നതാണ് എനിക്ക് എപ്പോഴും ക്ഷീണമാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് 80% നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ശരീരമാണ്, അതായത് ബോഡി. 20% സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ബ്രെയിനിലധികം വർക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ചെസ്സ് കളിക്കുന്ന ഒരു വ്യക്തി ആ ചെസ്സ് കളിയുടെ മൊത്തം ടൈം നമ്മൾ എത്ര എനർജി സ്പെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഏകദേശം 6000 കാലറി എനർജി വരെ സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അതേ സമയത്ത് അത്രയും നേരം ഓടിയൊരു വ്യക്തിക്ക്, നല്ലോണം ഓടിയൊരു വ്യക്തിക്ക് 700 കാലറി എനർജി മാത്രമേ പോകുന്നുള്ളൂ. അതിനർത്ഥം എന്താണ്? നമ്മുടെ ബ്രെയിൻ ചൂടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രെയിൻ ഇങ്ങനെ ഹീറ്റപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ക്ഷീണം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്ട്രെസ് കുറയ്ക്കാതെ നമ്മുടെ ക്ഷീണം ഒരു കാരണവശാലും കുറയില്ല. നമ്മുടെ ഹോബീസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെഡിറ്റേറ്റ് ചെയ്യുക. 20 മുതൽ 30 മിനിറ്റ് എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക. ധാരാളം ഡോപ്പമിൻ അല്ലെങ്കിൽ സെറട്ടോണിൻ ഉണ്ടാകാൻ വേണ്ടി വ്യായാമം ചെയ്യുക എല്ലാ ദിവസവും. ഇതെല്ലാം നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്ന മാർഗമാണ്. ഈ ഒരു കാര്യം മനസ്സിലായല്ലോ? ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.